മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ. കണ്ണുപോയി സ്പെഷ്യലാ, നല്ല രസം യൂണിവേഴ്സൽ മേൽ ചാറില്ലെന്നേ ഉള്ളൂ. ഹലോ, നമുക്ക് തക്കോടിന്റെ സ്പെഷ്യൽ പാസ്ത റെസിപ്പി നോക്കിയാലോ? എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ജസ്റ്റ് ബേസിക് മാരിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടും. ശരിക്കും ഇത് നമ്മൾ ഉണ്ടാക്കുന്ന പാസ്തയിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. തക്കാളി, ഇത്തിരി സവോള, ഇത്തിരി വെളുത്തുള്ളി മാത്രം മതി. കുറച്ച് മൈദപ്പൊടി ഉണ്ടെങ്കിൽ മൈദപ്പൊടി. അയ്യോ, പാസ്ത മെയിൻ സാധനം പാസ്ത. അത് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രേറ്റ് ചെയ്യാത്ത കട്ടയുള്ള ചീസ് ആയിരുന്നു. അപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, കൈകൊണ്ട് അല്ല, കൈയല്ല, മറ്റേ സാധനം വെച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതായത് ക്രീം ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ക്രീം ഒഴിച്ചിട്ട് പാസ്ത ഉണ്ടാക്കാം. ക്രീം ഇല്ല, നമുക്ക് എപ്പോഴും നമ്മുടെ വീടുകളിൽ ക്രീം വേണം ഒരു നിർബന്ധവും ഇല്ല. ആ സാഹചര്യത്തിൽ ഇതിന്റെ അടിഭാഗം നനഞ്ഞിടണം. ടൈപ്പ് എഴുതിയിട്ടുണ്ട് കണ്ടോ. ഈ സാധനം പാലാണ്. പാല് നമുക്ക് ഏത് എടുത്താലും കുഴപ്പമില്ല. നമുക്ക് പാസ്ത വെന്തോ നോക്കാം. പാസ്ത വെന്തോ നോക്കുന്നത് നമ്മള് കടിച്ചു നോക്കാം. പാസ്ത വെന്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കല്ലാത്തൂടിലേക്ക് നമുക്ക് പാസ്ത വാക്കാം. ബാക്കി എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നും കറക്കാനായിട്ടില്ല, ചുമ്മാ വെച്ചാൽ മതി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചിക്കൻ വറുത്ത എണ്ണ കളയാണ്ട് മുട്ട ഒഴിക്കുന്നൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് തക്കാളി, കുറച്ച് സവാള, കുറച്ച് വെളുത്തുള്ളി. നമുക്ക് ആദ്യം അരിക്ക് വെച്ച വെളുത്തുള്ളി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇടാം. പച്ചമണം മാറുന്നോടെ വരെ നമ്മൾ എന്ത് ചെയ്യണം, അത് വഴറ്റിക്കൊണ്ടിരിക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് എന്ത് ചെയ്യാം, സവാള, തക്കാളി എല്ലാം ഇട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു പൊടിക്ക് മുളക് പൊടിയും കൂടെ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ വെള്ളത്തിൽ വെച്ച നമ്മുടെ യൂണിവേഴ്സൽ മേൽ, പ്ലീസ് നോട്ട് ഡൗൺ, യൂണിവേഴ്സൽ മേൽ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 സ്പൂൺ പാലൊഴിക്കുന്നു. അത് എന്തോരം നമ്മുടെ പാസ്തയുടെ അളവ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പാസ്തയുടെ കുറച്ച് വെള്ളം ഉണ്ട്, അതും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. നമ്മൾ ഇട്ട് മൈദ കൂടിപ്പോയി. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം, അതിനനുസരിച്ച് പാൽ ഒഴിക്കണം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രീമിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. കാരണം കുറുകി വരുന്നുണ്ട് ക്രീം. ഇതെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ആഡ് ചെയ്യാം. ഇളക്കി മടുത്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അസിസ്റ്റൻസിനെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഈ ഒരു പരുവ് ആവുമ്പം എന്ത് ചെയ്യുക, തീ ഓഫ് ചെയ്തിടുക. നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാസ്ത നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ഇടാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാസ്ത നമുക്ക് വിട്ട് കിട്ടിയിരിക്കുന്ന കണ്ടു ഇളക്കി എടുക്കുക. നിങ്ങളുടെ സോസ് കുറച്ച് കുറഞ്ഞു പോയി. കുറച്ച് ചീസും കൂടെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഫിനിഷ് ചെയ്യാം. ചാറില്ലെന്നേ ഉള്ളൂ. എല്ലാവർക്കും ചീസിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല, ശരിയാണ്. ചീസ് കുറച്ച് ഇട്ടിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഈസി ക്രീമി ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഉള്ളതാണോ? കൊള്ളാം. അല്ല, അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.